ഈ വെളിപാടിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 9 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ ഈ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ദൗത്യം, ദർശനം, പ്രതികരണം. ഈ 7 സഭകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു സൂചന അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എങ്കിലും 7 സഭകൾക്ക് മാത്രമല്ല, ഇത് ആഗോള സഭയ്ക്ക് മൊത്തമുള്ള ദർശനമായിട്ട് വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. ഇത് പൊതുവെ ഈ ഒരു ഭാഗം ഇടയലേഖനങ്ങളുടെ ശൈലിയിൽ ആണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ ഏതാണ്ട് ശൈലി ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യോഹന്നാനെ ഈ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നു. അത് പഴയ നിയമ പ്രവാചകന്മാരുടെ വിളിയോട് സാമ്യമുള്ള ഒരു ശൈലിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേലിന്റെ പുസ്തകം 1-ാമത്തെ 1, 2, 3 അധ്യായങ്ങൾ, ഇതൊക്കെ അത്തരത്തില് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതായത് പൊതുവെ ഈ പഴയ നിയമ പ്രവാചകന്മാരെ വിളിക്കുന്ന വിളിയോടുള്ള ഒരു സാമ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ന അർത്ഥം. ഇനി ഇവിടെ പൊതുവെ ദർശനം ലഭിച്ച ആളിന്റെ അവസ്ഥ, സ്ഥലകാല സാഹചര്യങ്ങള്, ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം ഏൽപ്പിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വിവരണം എന്നിവയാണ് ഇതിൻ്റെ അകത്ത് ഈ പൊതുവെ ഈ പ്രവാചക ദൗത്യ ദർശനത്തിൽ ഉള്ളത്. ഇനി നമുക്ക് ആ ഭാഗത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാം. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിങ്ങളുടെ സഹോദരൻ. അപ്പോൾ ഈ പ്രവാചകൻ അവരുടെ ഒരു സഹോദരനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവതരിപ്പിക്കുക. അത് ആ സാഹോദര്യത്തിന്റെ കാരണങ്ങള് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പീഡകളിലുള്ള സാഹോദര്യം. പീഡകള് വെളിപാടിന്റെ പുസ്തകത്തില് 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 പ്രാവശ്യത്തിൽ 4 പ്രാവശ്യവും ഈ ഭൂമിയിലെ പീഡകളെ കുറിച്ചാണ്. എന്നാൽ അതായത് 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 10-ാം വാക്യം, 2-ാമത്തെ അധ്യായം 22-ാം വാക്യം, ഈ 4 സന്ദർഭങ്ങളിൽ ഈ ഭൂമിയിലെ പീഡകളെ കുറിച്ചാണ് പരാമർശിക്കുക. അതേസമയം ഒരു പ്രാവശ്യം മഹാപീഡയെക്കുറിച്ച്, അവസാന വിധിയുടെ പീഡയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ സാഹോദര്യം ഒന്ന് പീഡകളിലാണ്. രണ്ടാമതായിട്ട് രാജ്യത്തിലാണ്. അതായത് യേശു ഉദ്ഘാടനം ചെയ്ത എന്നാൽ 2-ാം വരവില് പൂർണ്ണമാക്കുന്നതുമായ ദൈവരാജ്യത്തിലുള്ള സാഹോദര്യമാണ്. ഏതാണ്ട് 7 പ്രാവശ്യം ഈ രാജ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം 15-ാം വാക്യം, 12-ാമത്തെ അധ്യായം 10-ാം വാക്യം, 20-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ, 22-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, അങ്ങനെ 7 പ്രാവശ്യം ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ സാഹോദര്യം ഉണ്ടാകുന്നത് ക്ഷമാപൂർവമായ സഹനത്തിലാണ്. അതായത് കഷ്ടപ്പാടും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ നേരിടുക, സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ക്ഷമാപൂർവമായ സഹനമാണ്. അതും ഏറെക്കുറെ 7 പ്രാവശ്യം പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായം 10-ാം വാക്യം, 13-ാമത്തെ അധ്യായം 10-ാം വാക്യം, 14-ാമത്തെ അധ്യായം 12-ാം വാക്യം. ഇതൊക്കെ ഈ ദൈവരാജ്യം. അപ്പോൾ 3 ഈ സാഹോദര്യ പങ്കുവയ്പ്പാണുള്ളത്. പീഡകളില്, രാജ്യത്തില്, സഹനത്തില്, ഇതിലെല്ലാം പങ്കുചേരുന്നുണ്ട് എന്ന്. ഇവിടെ പങ്കുചേരുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് സുക്കോയിനോനോസ് എന്നുള്ള വാക്കാണ്. സുക്കോയിനോനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. ഒരേ കാര്യത്തില് പങ്കാളികളാകുന്നവര്, ഒരേ കർമ്മത്തില് അല്ലെങ്കിൽ ഒരേ അനുഭവത്തില് കൂട്ടാളികളാകുന്നവര്, തുല്യ ദുഃഖിതര് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു ശൈലിയാണ് അതിനുള്ളത്. ഇനി ഇവിടെ ഈ 9-ാമത്തെ വാക്യത്തിൽ തന്നെ ഈ യോഹന്നാനെ പാത്മോസിലെത്താനുള്ള കാരണം പറയുന്നുണ്ട്. 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ദൈവവചനത്തെ പ്രതിയാണ്. എന്ന് വെച്ചാൽ
ദൈവവചനം പ്രഘോഷണം നടത്തിയതാണ് ഒരു കാരണം. രണ്ടാമത്തേത് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നൽകിയതാണ്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നാടുകടത്തപ്പെട്ടത്, പാത്മോസിൽ എത്താനായിട്ട് കാരണമായത്. ഇനി പാത്മോസ് എന്ന ദ്വീപിനെ കുറിച്ച് അല്പം എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അന്നത്തെ കാലത്ത് കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന ഒരു ദ്വീപാണിത്. എഫെസോസിൽ നിന്നും ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് മാറി ഏതാണ്ട് 60 കിലോമീറ്റർ അകലെ ഏജിയൻ കടലിൽ 40 ഇപ്പോൾ 40 ഉണ്ടാവില്ല, 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണിത്. അവിടെ പൊതുവെ പാറക്കെട്ടുകളും അതുപോലെ തന്നെ ഈ എന്നാ പറയുക ഈ ലാവ ഒഴുകലും ഒക്കെയുള്ള ഇത് ഒരു ദ്വീപാണ്. അഗ്നിപർവ്വതം എനിക്കത് കിട്ടിയില്ല, അഗ്നിപർവ്വതം. അപ്പൊ അങ്ങനെയുള്ളൊരു ദ്വീപാണത്. ഇന്നത് ഗ്രീസിന്റെ അധീനതയിലുള്ള പത്തീന എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇന്ന് ആ ദ്വീപിനെ പാത്മോസ് എന്നല്ല വിളിക്കുക, പത്തീന എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീസിന്റെ ഭാഗമാണ്. അന്നത് ഖനികളും ഒക്കെ ആയിരുന്നു. അവിടെ തടവിലാക്കി അവിടെ വിടുന്ന ആൾക്കാരുടെ മിനിമം വസ്ത്രങ്ങളെ പകുതി നഗ്നരായിരിക്കും, ഭക്ഷണവും ലിമിറ്റഡ് ആയിരിക്കും, അവര് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ഒരു വളരെ നികൃഷ്ടമായ ഒരു ജീവിത ശൈലിയാണ് അവിടെ ഉള്ളത്. ഈ ഖനികളിൽ പട്ടിണി കിടന്ന് പണിയെടുക്കണം എന്നർത്ഥം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ ആശ്വാസത്തിന്റെ വാക്കുകളുമായിട്ട് യോഹന്നാൻ തൻ്റെ ഈ ദർശനം അല്ലെങ്കിൽ യോഹന്നാന് കിട്ടിയ ദർശനം അവതരിപ്പിക്കും. 10ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ ദിനം എന്നുള്ളത്. സാബത്ത് ദിനമല്ല യേശുവിന്റെ ഉത്ഥാനശേഷം ആചരിച്ചിട്ടുള്ളത്. അത് സാബത്ത് ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. എന്നാൽ യേശുവിന്റെ ഉത്ഥാനത്തെ തുടർന്ന് അപ്പോൾ ഇസ്രായേലുകാര് യഹൂദര് ആചരിക്കുന്നത് സാബത്താണ്, അത് ശനിയാഴ്ചയാണ്. അതേസമയം ക്രിസ്ത്യാനികള് ആചരിച്ചിരുന്നത് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ തുടർന്ന് ഞായറാഴ്ചയാണ് പ്രധാന ദിവസമായിട്ട് ആചരിച്ചത്. അത് കർത്താവിന്റെ ദിവസമായിട്ടാണ് ആചരിച്ചത്. ഈ കർത്താവിന്റെ ദിവസമായിട്ട് ആചരിച്ചത് തന്നെ റോമാക്കാർക്കെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാസത്തിന്റെ ആദ്യ ദിവസം റോമൻ ചക്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. റോമൻ ചക്രവർത്തിയുടെ ദിവസമാണ് മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച, മാസത്തിന്റെ ആദ്യ ദിവസം. അപ്പോൾ അങ്ങനെ ഒരു ശൈലി വന്നപ്പോൾ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? എല്ലാ ആഴ്ചയുടെയും ആദ്യ ദിവസം കർത്താവിന്റെ ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അതുതന്നെയാണ് ഈ പ്രധാനപ്പെട്ട മതമർദ്ദനത്തിന്റെ ഒരു കാര്യം. പല കാര്യങ്ങളിലും ഒരു കാര്യം അതാണ്. അതായത് റോമൻ ചക്രവർത്തിയേക്കാൾ വലിയവനായിട്ട് കർത്താവിനെ കാണുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കുറ്റമായിട്ടാണ് ഇവരുടെ കുറ്റത്തെ, മതകുറ്റമല്ല രാഷ്ട്രീയ കുറ്റമായിട്ടാണ് അന്നത്തെ മതമർദ്ദനങ്ങൾ നടത്തപ്പെട്ടത്. അപ്പൊ ഇത് ഈ കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞായറാഴ്ച കർത്താവിന്റെ ഉയർപ്പിനെ തുടർന്നാണ് ഞായറാഴ്ച കർത്താവിന്റെ ദിവസം ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ പ്രയോഗത്തിലൂടെ കർത്താവിന്റെ ദിവസമാണ് ഈ ദർശനം ഉണ്ടാകുന്നതെന്നും താൻ പരിശുദ്ധാത്മാവിനാൽ ലയിച്ചിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ദർശനത്തെ ലിറ്റർജിയുമായിട്ട്, ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരാധനാക്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം കൂടി ഈ ദർശനത്തിന് ഉണ്ട്. ഇനി ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ് ഈ ദർശനം നടക്കുന്നത് അല്ലെങ്കിൽ ദർശനം അവതരിപ്പിക്കുന്നതെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം പൂർണ്ണമായി പരിശുദ്ധ ആത്മാവിൽ ഒന്നായിരിക്കുന്ന ഒരു ആത്മീയ അനുഭൂതിയാണ്. അത് പ്രവാചക ഗ്രന്ഥങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് അത് അവതരിപ്പിക്കുക. എസക്കിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 12 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ, അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, കൊറിന്തോസിന് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ആത്മീയ അനുഭൂതിയുടെ സൂചനകളാണ്. അത്തരത്തിലുള്ള ഒരു ആത്മീയ അനുഭൂതിയിലൂടെ
യോഹന്നാൻ കടന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി ഒരു കാഹളധ്വനി കാഹളത്തിൻ്റേതുപോലെ എന്നുള്ളൊരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഈ പോലെ എന്നുള്ള ഒരു പദപ്രയോഗം വെളിപാടിന്റെ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പോലെ, കാരണം ഈ ആത്മീയ അനുഭൂതി കിട്ടിയ കാര്യം വാക്കുകളിലൂടെ അവതരിപ്പിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഈ ദർശനങ്ങളെ അവതരിപ്പിക്കുമ്പോൾ എന്തിനെങ്കിലും പോലെ എന്നുള്ള ഒരു ശൈലി എടുക്കാറുണ്ട്. കാരണം അതല്ല യഥാർത്ഥത്തിൽ പോലെയാണ്. അപ്പം കാഹളത്തിൻ്റേതുപോലെ എന്നാണ് പറയുന്നത്, പക്ഷെ കാഹളത്തിൻ്റെ ഒച്ചയല്ല എന്ന് സാരം. ഇനി കാഹളത്തെ പഴയ നിയമത്തിൽ അവതരിപ്പിക്കുമ്പോൾ, അതായത് അവാച്യമായ അനുഭൂതിയാണ് പോലെ എന്നുള്ള വാക്കിന്റെ അർത്ഥം. വാക്കുകളിൽ വിവരിക്കാവുന്ന അനുഭൂതിയല്ല എന്ന് സാരം. ഇനി കാഹളത്തെ പഴയ നിയമത്തില് ദൈവ സാന്നിധ്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കാഹളം. ഉദാഹരണത്തിന് പുറപ്പാടിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ദൈവ സാന്നിധ്യത്തെയാണ് കാഹളം സൂചിപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാഹളം അന്തിമവിധിയെയാണ് സൂചിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, കൊറിന്തോസിന്റെ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലൊക്കെ ഈ കാഹളധ്വനി അന്തിമവിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ കാഹളധ്വനി ദൈവ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കടന്ന കൈയായിട്ട് വരും. ദൈവ സാന്നിധ്യം തന്നെയാണ്, പക്ഷെ അത് അന്തിമവിധിയുടെ സൂചന കൂടിയാണ്. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം, പുറകിൽ നിന്ന് കേട്ടു എന്നാണ് പറയുക. നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള ദർശനമായിരുന്നില്ല എന്ന് സാരം. എന്നിട്ട് പിന്നെ പറയുകയാണ്, നീ ഈ പുറകിൽ നിന്ന് കേട്ടു, അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞു നോക്കുക. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത് ഈ ശബ്ദത്തിന്റെ ഉറവിടത്തെയല്ല, ദർശനത്തെയാണ് കാണുന്നതാണ്. ആ കാണുന്നത് ദർശനമാണ്. പൊതുവെ പ്രവാചകന്മാരെ വിളിക്കുന്നത് പ്രസംഗിക്കാനാണ്, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. പക്ഷേ ഇവിടെ എഴുതുവാനാണ് ദൗത്യം ഏൽപ്പിക്കുക. എഴുതാനുള്ള ദൗത്യം പ്രവാചകന്മാരെ ഏൽപ്പിക്കൽ വളരെ ചുരുക്കമാണ്, എങ്കിലും ഉണ്ട്. ഉദാഹരണത്തിന് യെശയ്യായുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ജെറമിയായുടെ പുസ്തകം 30-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം, 30-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യമൊക്കെ ഈ എഴുത്തിന്റെ സൂചനകൾ തരുന്നതാണ്. അപ്പൊ പ്രവാചകന്റെ ദൗത്യം എഴുത്താണ് പൊതുവെ, പ്രസംഗമാണ് പൊതുവെയെങ്കിലും അപൂർവമായി എഴുതാനും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അപൂർവമായ പ്രവാചക ദൗത്യമാണെന്ന് സാരം. പക്ഷേ ഇവിടെ എഴുതാനാണ് പറയുന്നതെങ്കിലും രണ്ടാമത്തെ ദൗത്യ ദർശനത്തിൽ, ഇത് ആദ്യത്തെ ദൗത്യ ദർശനമാണ്. രണ്ടാമത്തെ ദൗത്യ ദർശനത്തില് വെളിപാടിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തില് പ്രവാചകനോട്, യോഹന്നാനോട് പ്രവചിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് 7 സ്ഥലങ്ങളുടെ സഭയുടെ പേരുകളാണ്. അങ്ങനെ 1-ാം ഭാഗം ദൗത്യമേൽപ്പിക്കലിന്റെ ആ ഒരു ഭാഗം അവിടെ അവസാനിക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന ദർശനത്തിന്റെ ഭാഗമാണ്. അതായത് 12, 13, 14, 15, 16 വാക്യങ്ങൾ. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാം, തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ശബ്ദത്തിന്റെ സ്രോതസ്സല്ല, മറിച്ച് സ്വർണത്തിൽ തീർത്ത 7 വിളക്കുകാലുകളാണ്. ഈ 7 വിളക്കുകാലുകളുടെ ഒരു സൂചന പഴയ നിയമത്തിലുണ്ട്, പക്ഷെ തമ്മിൽ വ്യത്യാസമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 31 തുടങ്ങി 37 വരെയുള്ള വാക്യങ്ങളിൽ 7 ശാഖകളുള്ള ഒരു ദീപപീഠം ഉണ്ടാക്കാനായിട്ട് മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നു. 7 ശാഖകളുള്ള ദീപപീഠം. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഒറ്റ ദീപപീഠമാണ്, അതിന് 7 ശാഖകളുണ്ടാകും. അതാണ് മോശയോട് കൽപ്പിച്ചത്. അത് ഇസ്രായേലിന്റെ ഒരു പ്രതീകമായിട്ട് പിന്നീട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും യഹൂദരുടെ ഒരു വിളക്കുകാല് എന്ന് പറഞ്ഞ് പ്രത്യേകം കാണുന്നത് 7 ശിഖരങ്ങളുള്ള ഒറ്റ ദീപപീഠമാണ്.
നമ്മുടെ ചില കത്തോലിക്ക പള്ളികളിലും അത് എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദീപപീഠമല്ല കണ്ടത്, 7 വ്യത്യസ്ത ദീപപീഠങ്ങളാണ്. മറ്റൊറ്റ പീഠത്തിൽ 7 ശാഖകൾ, ഇതങ്ങനെയല്ല, 7 വ്യത്യസ്ത ദീപപീഠങ്ങളാണ്. ഇവ 7 സഭകളുടെ പ്രതീകമാണെന്ന് ഈ അധ്യായത്തിന്റെ തന്നെ 20-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ യേശുവിനെയാണ്, ഇവിടെ ദർശനത്തിൽ കണ്ട യേശുവിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ യേശുവിൻ്റെ രൂപം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാഹ്യരൂപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അത് പ്രതീകാത്മകമായി മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ ആണ് അവതരിപ്പിക്കുന്നത്. പ്രതീകാത്മകതയാണ് അതിൻ്റെ അകത്ത് പ്രാധാന്യമർഹിക്കുന്നത്. ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ആ മനുഷ്യപുത്രന്റെ ഒരു ദർശനം ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാണുന്നതാണ്. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. ഇതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ഒരു ദർശനം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ദർശനത്തിന്റെ ചൂട് പിടിച്ചിട്ടാണ് ഇവിടെ മനുഷ്യപുത്രന്റെ ദർശനം ലഭിക്കും. അവിടെയും മനുഷ്യപുത്രൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ യേശുവിനെ പറ്റി 9 വിവരണങ്ങൾ തരുന്നുണ്ട്. ഈ 9 വിവരണങ്ങളുടെയും പ്രതീകാർത്ഥങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കിയാണ് ഒന്നാമത്തേത്. പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുക. അതാണ്, പുരോഹിതന്മാരാണ് നീണ്ട അങ്കി ധരിക്കുക. അപ്പോൾ ഒന്നാമത്തേത് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച കാണുന്നുണ്ട്. സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, നെഞ്ചോട് ചേർന്ന് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അത് യേശുവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ രാജ്യത്വമാണ് അതിലൂടെ സൂചിപ്പിക്കുക. മൂന്നാമതായിട്ട് വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ശിരസും മുടിയും. അപ്പോൾ യേശുവിൻ്റെ ശിരസും മുടിയും വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയുമാണ്. ഇത് ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യപ്രകാരം ഈ വെളുത്തു നരച്ചു മുടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായത്തെ, നിത്യതയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് സാരം. യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം അനുസരിച്ച് ഈ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ഉള്ള ശിരസും മുടിയും സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധിയാണ്. അപ്പൊ 2 കാര്യങ്ങളുണ്ട്. വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും എന്ന് പറയുമ്പോൾ ശിരസും മുടിയും അത് പ്രായത്തെയും പരിശുദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നതെന്നർത്ഥം. 4-മതായിട്ട് തീജ്വാല പോലെയുള്ള നയനങ്ങൾ, കണ്ണുകൾ തീജ്വാല പോലെയാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആഴത്തിൽ, ആ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ ആഴത്തിൽ ചൂഴ്ന്നിറങ്ങുന്ന ഒന്നാണെന്ന് സാരം. തീജ്വാല പോലെ എല്ലാം കാണുന്ന ദൈവിക ജ്ഞാനത്തെയാണ് ഇത് സൂചിപ്പിക്കുക. തീജ്വാല പോലെയുള്ള നയനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം കാണുന്ന ദൈവിക ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം കാണുന്ന ദൈവിക ജ്ഞാനത്തെ. അതിന്റെ അർത്ഥം യേശുവിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രഹസ്യവും മറയ്ക്കാനില്ല എന്നർത്ഥം. രഹസ്യത്തിൽ ചെയ്യുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലത്. 5-മതായിട്ട് പാദങ്ങള് ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ എന്നാണ് പറയുക. ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, എസക്കിയേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യങ്ങളൊക്കെ ഇതിനോട് ചില സൂചനകൾ ഈ വചനത്തിലേക്ക് തരുന്നതാണ്. പിച്ചള ലോഹം അതിൻ്റെ ഉറപ്പിനെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്നതാണ്. പാദങ്ങള് ഉറപ്പുള്ളതും സ്ഥിരമായതുമായ പാദങ്ങളാണ്. അതിൻ്റെ തിളക്കം അതിൻ്റെ വേഗത്തെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൃഢമായ കാലുകളോടെ വളരെ വേഗത്തിൽ
അവൻ സഹായത്തിനെത്തും എന്നുള്ള ഉറപ്പാണ്. ഈ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ എന്ന് പറയുമ്പോൾ ശക്തമായ പാദങ്ങളുമായി വളരെ വേഗത്തിൽ അവൻ എത്തുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇനി ആറാമതായിട്ട് സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെ. അത് നമ്മൾ അതിന് കൂടുതൽ സൂചന കിട്ടണമെങ്കിൽ സങ്കീർത്തനം 29 3 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേലിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇതിനുള്ള ചില സൂചനകൾ നൽകും. ഇത് സൂചിപ്പിക്കുന്നത് മൊത്തത്തില് ഇതിന്റെ പ്രതീകാത്മകത ഇതാണ്. ദൈവത്തിന്റെ ശക്തമായ ആജ്ഞാസ്വരമാണ്. ആജ്ഞാസ്വരം സകല സൃഷ്ടികളുടെയും മേലുള്ള അവന്റെ കൽപ്പനയുടെ ശക്തിയാണ് അത് സൂചിപ്പിക്കുക. ആജ്ഞാസ്വരത്തെയാണ് അത് സൂചിപ്പിക്കുക. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യൻ മാത്രമല്ല സമസ്ത ജീവജാലങ്ങളും അവന്റെ കൽപ്പന അനുസരിക്കേണ്ടതുണ്ടെന്നർത്ഥം. അതാണ് പെരുവെള്ളത്തിൻ്റെതുപോലെയുള്ള ശബ്ദം. നമുക്കറിയാം എല്ലാം നശിക്കുന്നത് നോഹയുടെ പ്രളയവും നമ്മുടെ കഴിഞ്ഞ പ്രളയവും ഒക്കെ നമുക്ക് ഓർത്താൽ മതി. അപ്പം ഏഴാമതായിട്ട് വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ. വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ. വെളിപാടിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വ്യാഖ്യാനം അനുസരിച്ച് അത് 7 സഭകളാണ്. യെശയ്യായുടെ പുസ്തകം 40-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം അനുസരിച്ച് ആകാശത്തിന്റെ വിശാലതയെ ഒരു ചാണിൽ ഒതുക്കുന്ന സർവാധിപനായ ദൈവത്തെ അവതരിപ്പിക്കും. അതായത് ഈ അനന്ത പ്രപഞ്ചത്തെ മുഴുവൻ ഒതുക്കാനായിട്ട്, കയ്യിൽ വഹിക്കാനായിട്ട് കഴിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് അത് അവതരിപ്പിക്കുന്നതെന്നർത്ഥം. 8 വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇരുവായ്ത്തലവാൾ. എന്താണ് ഇരുതലവാള്? അത് വചനം തന്നെയാണെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ അതിന്റെ സൂചനകളുണ്ട്. മാത്രമല്ല ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, വെളിപാടിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യമൊക്കെ അനുസരിച്ച് ഇത് വിധിയുടെ കൂടി സൂചനയാണ്. അപ്പോൾ വായിൽ നിന്ന് പുറത്തു വരുന്ന ഇരുവായ്ത്തല വാള് ഒരേ സമയം വചനത്തെയും അതുപോലെ തന്നെ നമ്മുടെ വിധിയെയും സൂചിപ്പിക്കുന്നതാണ്. വായിൽ നിന്ന് പുറത്തു വരുന്ന ഇരുവായ്ത്തല വാള് വചനത്തെയും വിധിയെയും സൂചിപ്പിക്കുന്നതാണ്. 9-ാമതായിട്ട് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖം ആണ് അവതരിപ്പിക്കുക. അത് ദൈവത്തിന്റെ മഹത്വത്തെ ആണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ ഈ യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നവനാണ്. യോഹന്നാൻ ഒരിക്കൽ കാണിച്ചു കൊടുത്തതാണ് ആ തേജസ്സുള്ള മുഖം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രകാശത്തിന്റെ മുഖം ദൈവത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ 9 പ്രതീകങ്ങളിലൂടെ യേശുവിനെ അവതരിപ്പിക്കുകയാണ് ഈ വചനം ചെയ്യുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ദർശനത്തോടുള്ള പ്രതികരണമാണ് നമ്മൾ കാണേണ്ടത്. 17, 18, 19, 20 വാക്യങ്ങൾ. 17-ാമത്തെ വാക്യത്തില് ഈ അഭൗമകമായ ദർശനത്തിന് മുമ്പിൽ ഭയന്നു വിറയ്ക്കുകയും കമിഴ്ന്നു വീഴുകയും ചെയ്യുന്ന യോഹന്നാനെയാണ് നമ്മൾ കാണുക. അത് പൊതുവെ ദൈവിക ദർശനത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് മറ്റു ചില സൂചനകൾ കൂടി ബൈബിളിലുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിലും ദാനിയേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും ഒക്കെ ഈ ദൈവദർശനത്തിന്റെ മുമ്പിൽ ഭയന്നു വിറച്ച് കമിഴ്ന്നു വീഴുന്ന പ്രവാചകന്മാരെ കാണാൻ പറ്റും. അതൊരു മരണാനുഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, യെശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഒക്കെ അതൊരു മരണാനുഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധനും സർവശക്തനുമായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പാപിയായ മനുഷ്യന് സാധ്യമല്ല. ലൂക്കയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പത്രോസ് പറയുന്നുണ്ട്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നൽകുന്നത് എന്നർത്ഥം. അപ്പൊ മരിച്ചവനെ പോലെ മനുഷ്യപുത്രന്റെ കാൽക്കൽ വീണ യോഹന്നാൻ യേശുവിന്റെ ദൈവീകത പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇനി അവിടെ യേശു തന്റെ വലതുകരം കൊണ്ട് യോഹന്നാനെ സ്പർശിച്ചു പറയാണ്, ഭയപ്പെടേണ്ട. ഏതാണ്ട് 80 പ്രാവശ്യം തിരുവചനത്തിൽ കാണുന്ന വാക്കാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്.
യേശു ശിഷ്യന്മാരോട് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുമാണ് അത്. ഇനി തുടർന്ന് നമ്മൾ യേശുവിൻ്റെ ചില വിശേഷണങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഏതാണ്ട് 4 വിശേഷണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ആദിയും അന്തവുമാണ്. ആദിയും അന്തവും എന്ന് വെച്ചാൽ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ആൽഫയും ഒമേഗയുമാണ്. ആ ഒരു വിശേഷണം, ആദിയും അന്തവും ആൽഫയും ഒമേഗയും എന്ന് പറയുന്ന വിശേഷണം ദൈവത്തിന് മാത്രമുള്ളതാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, യെശയ്യായുടെ പുസ്തകം 44-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, യെശയ്യായുടെ പുസ്തകം 48-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒക്കെ ഇത് സൂചിപ്പിക്കുന്നതാണ്. അതായത് ആരംഭവും അവസാനവും ഇല്ലാത്തവൻ എന്നർത്ഥം. രണ്ടാമതായിട്ട് ജീവിക്കുന്നവനാണ്. ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ജീവനുള്ളവനാണ്. തന്നിൽ തന്നെ ജീവനുള്ളവൻ, അതായത് ജീവന്റെ ഉടയവനാണ് അവൻ. നമുക്കൊക്കെ ജീവനുണ്ട്, പക്ഷെ ആ ജീവൻ നമുക്ക് ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്, അത് എടുക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ദൈവത്തിന് മാത്രമാണ് നിത്യജീവനുള്ളത്. അപ്പോൾ ആ ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ഉടയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത് ദൈവം തന്നതുകൊണ്ടാണെന്ന് സൂചനയുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ മരിച്ചവനായിരുന്നു എന്ന് പറയുക. ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ മരിച്ചവനായിരുന്നു എന്ന്? മരിച്ചവരാരും ജീവിച്ചിട്ടില്ല. അത് പറയാൻ സാധിക്കുന്ന ഏകയാള് ക്രിസ്തുവാണ്. അപ്പോൾ ദൈവത്തിന് മാത്രമുള്ള ഒരു സ്ഥാനമാണത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മൃതരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന സൂചന വെളിപാടിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടു. അതിന്റെ വിശദീകരണമാണ് ഇവിടെ നൽകുന്നത്. മരണ ഉത്ഥാനങ്ങളിലൂടെ മരണത്തെ വിജയിച്ചതിൻ്റെ ഒരേ ഒരുവൻ അത് ക്രിസ്തുവാണ്, അവൻ ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ മറ്റൊരു സവിശേഷതയാണെന്ന്. 4-ാമത്തെ ദൈവത്തിന്റെ വിശേഷണത മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ POC ബൈബിളിൽ തർജിമ ചെയ്തത് നരകം എന്നുള്ളത്. അത് സത്യത്തിൽ വളരെ തെറ്റായ ഒരു പ്രയോഗമാണ്. ഇവിടെ ഹാദസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാദസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം, അതുപോലെ തന്നെ ഹീബ്രു ഭാഷയിൽ ഷെയോൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇത് രണ്ടും നരകമല്ല. അത് രണ്ടും അർത്ഥമാക്കുന്നത് പാതാളം എന്നുള്ള അർത്ഥത്തിലാണ്. നരകവും പാതാളവും തമ്മിൽ വ്യത്യാസമുണ്ട്. നരകം എന്ന് പറയുന്നത് നിത്യശിക്ഷയുടെ അവസ്ഥയാണെങ്കിൽ പാതാളം എന്ന് പറയുന്നത് മരിച്ചിട്ട് വിധി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം മരണത്തിനും വിധിക്കുമിടയിലുള്ള അവസ്ഥയാണ് പാതാളമെങ്കിൽ, നരകം എന്ന് പറയുന്നത് വിധിക്ക് ശേഷമുള്ള അവസ്ഥ. അപ്പൊ ഇവിടെ നരകം എന്നല്ല ഇത് തർജിമ ചെയ്യേണ്ടത്, അത് പാതാളം എന്ന് തന്നെയാണ്. അത് നമ്മുടെ POC ബൈബിളിന്റെ തെറ്റാണ്. അപ്പം നരകം നിത്യശിക്ഷകളുടെ സ്ഥലമാണ്, പാതാളം എന്നുള്ളത് മരിച്ചവര്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാതാളത്തിലുള്ളവരെ ജീവിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. പാതാളത്തിലേ എത്തിയിട്ടുള്ളൂ. നരകത്തിൽ പോയവനെ വീണ്ടും ജീവിപ്പിക്കാൻ പറ്റില്ല. ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വർഗത്തിലോ നരകത്തിലോ പോയവനെ പിന്നെ ജീവിപ്പിക്കാൻ പറ്റില്ല. പാതാളത്തിൽ പോയവനെയാണ് ജീവിപ്പിക്കുക. അപ്പം ഈ പാതാളത്തിൻ്റെയും അതുപോലെ തന്നെ മരണത്തിൻ്റെയും താക്കോലുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും കൊണ്ടുവരാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവം ക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ദൈവത്വ ഭാവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനി 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിപാടിന്റെ പുസ്തകത്തെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു ശൈലിയുടെ ഈ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയും രേഖപ്പെടുത്താനാണ് യോഹന്നാനോട് പറയുക. ഇപ്പോഴുള്ളവയും ഭാവിയിൽ വരാനിരിക്കുന്നവയും. അപ്പോൾ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴുള്ളവ എന്ന് വെച്ചാൽ സഭയുടെ അവസ്ഥയാണ്. വെളിപാടിന്റെ പുസ്തകം 2-3 അധ്യായങ്ങൾ
7 ലേഖനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ 4 തുടങ്ങി 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വെളിപാടിന്റെ പുസ്തകത്തെ ഈ ഒരൊറ്റ വാക്ക് രണ്ടായിട്ട് തിരിക്കുന്നു: ഇപ്പോഴുള്ളവയും ഭാവിയിൽ വരാനിരിക്കുന്നവയും. ഇനി 20ാമത്തെ വാക്യത്തിൽ പറയാണ് 7 നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ 7 സഭകളുടെ ദൂതന്മാരാണ് എന്ന് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 10ാമത്തെ അധ്യായം 13 പ്രകാരം ഓരോ ജനതയുടെയും കാവൽ മാലാഖമാരാണ് എന്ന് ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ 7 സഭകളുടെ ദൂതന്മാര് എന്ന് വെച്ചാൽ ആരാണ്? അത് കാവൽ ദൂതന്മാരാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ അതിന് ഈ പൊതുവെ അംഗീകാരം ലഭിച്ചിട്ടില്ല. അതിന്റെ കാരണം ഇതാണ്: ദൈവശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: മാലാഖമാർക്ക് ലേഖനം എഴുതാനോ, ഇവിടെ ലേഖനം എഴുതാനാ പറഞ്ഞേക്കണേ, ഈ എഴുതാനുള്ള ദൗത്യമോ മനുഷ്യരെ ശാസിക്കാനുള്ള ദൗത്യമോ അവർക്ക് ചെയ്യാൻ പറ്റില്ല. മാലാഖമാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാലാഖമാരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുക, മറിച്ച് 7 സഭകളുടെ അധികാരികളെ അല്ലെങ്കിൽ മെത്രാന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള വ്യാഖ്യാനം ഉള്ളത്. മറ്റൊരു വ്യാഖ്യാനം ഉണ്ട്, പക്ഷെ അത് അത്ര അംഗീകാരം അതിന് കിട്ടിയിട്ടില്ല. അപ്പൊ 7 സഭകളുടെ ദൂതന്മാർ എന്ന് വെച്ചാൽ 7 സഭാധികാരികൾ അഥവാ മെത്രാന്മാർ എന്നർത്ഥം. ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം, 7 നക്ഷത്രങ്ങളും 7 വിളക്കുകാലുകളും കർത്താവിന്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനുഷ്യപുത്രൻ സർവശക്തനാണ് എന്നർത്ഥം. ഈ സഭകള് കർത്താവിന്റെ കരങ്ങളിലാണ് എന്നർത്ഥം. ഈ സഭകള് ദീപങ്ങളാണ് എന്ന് പറയുന്നില്ല. ദീപങ്ങൾ ആരാ? നിങ്ങളാണ്. നിങ്ങള് ദീപങ്ങളാ. നിങ്ങൾ പ്രകാശിക്കണം. സഭ ദീപമല്ല, സഭ ദീപപീഠമാണ്. അപ്പൊ ദീപപീഠത്തിൽ നിന്നുകൊണ്ട് പ്രകാശിക്കേണ്ട ദീപങ്ങളാണ് നമ്മൾ. ആ ദീപത്തിലേക്ക് അഗ്നി ചൊരിയപ്പെടേണ്ടത് ക്രിസ്തു തന്നെ. അപ്പം ഈ ദീപപീഠത്തെ വഹിക്കുന്നത് ക്രിസ്തുവാണ്. ഈ സഭയെ വഹിക്കുന്നത് അവന്റെ കയ്യിലാണ് ഈ സഭ ഇരിക്കുന്നത് എന്നർത്ഥം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദർശനത്തിന്റെ അകമ്പൊരുളുകളെ, അതിന്റെ പ്രതീകാർത്ഥങ്ങളെ ധ്യാനിക്കാനും അതുവഴി നിന്നെ കൂടുതൽ അറിയാനും ആ അറിവിലൂടെ നിന്നെ സാക്ഷ്യപ്പെടുത്താനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വെളിപാടിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളാനും അതിന് സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.